പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇത് വ്യാഴാഴ്ച ഈ ശുശ്രൂഷ ഇത് എവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേജ് മനസ്സിലായത് എവിടെയാണെന്ന്? ഇത് നമ്മുടെ ശാലോമിൽ ഏറ്റവും ടോപ്പിൽ ഒരു പരിഹാര ചാപ്പലുണ്ട്. നിങ്ങളിവിടെ ശരിക്കും മെറ്റലാണ് കേട്ടോ. ഇതിൽ ഈ പ്രേക്ഷിതരും ശുശ്രൂഷകരൊക്കെ വന്ന് മുട്ടുമ്പോൾ നിന്ന് ഇഴഞ്ഞ് പ്രാർത്ഥിച്ച് കുരിശും അത് സ്വകാര്യം അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള കൂടാരങ്ങളാണ് ആ 2 കൂടാരങ്ങൾ നമ്മൾ കാണുന്നത്. ശാലോമിൻ്റെ മണ്ണെന്ന് പറഞ്ഞൊരു അഭിഷേക മണ്ണാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ റെക്കോർഡിങ്ങിന് വന്നപ്പോഴാണ് വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഞാൻ യാത്രയൊക്കെ ചെയ്തിങ്ങനെ ഇച്ചിരി ക്ഷീണമായിട്ടിരിക്കുകയായിരുന്നേ. ആ സമയത്താണ് ആദ്യം ടിജോച്ചൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു. ടിജോച്ച് ചറപറ എന്ന് പറഞ്ഞൊരു 4-5 റെക്കോർഡ് ചെയ്തു. അതായത് ആ വചനം പറയുന്ന സമയത്ത് ശരിക്കും ടീച്ചേഴ്സും പറയണം, വചനം പറയുന്ന സമയം തന്നെ ശരിക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉന്നതമായ എനർജി. ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ. നമ്മളെത്ര ക്ഷീണിതരാണെങ്കിലും ഈ വചനത്തിന് അത് 11 kV ആണ്. 11 kV ലൈൻ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയാണ്, അതിശക്തമാണ്. അത് നമ്മുടെ തിന്മയുടെ അരൂപികളെ ചാമ്പലാക്കി കളയും. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നമുക്ക്, അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, നമ്മൾ പരമാവധി നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് ആത്മീയ ശുശ്രൂഷകൾക്ക് അതിലൂടെ ലഭിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ പരമാവധി ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. പിന്നെ നോക്കിയേ, നാളെയാണ് നമ്മുടെ കുട്ടികളുടെ 1 ഡേ കൺവെൻഷൻ ഉണ്ടോ. 9 തുടങ്ങി 4 വരെ കുട്ടികൾക്ക് വെഞ്ചിരിക്കാനായിട്ട് അവരുടെ പഠനോപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെഞ്ചിരിച്ച് കൊടുക്കുന്നതായിരിക്കും. മാതാപിതാക്കളും കാറ്റീസം ടീച്ചേഴ്സൊക്കെ ഒരു ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്ത് ഒറ്റങ്ങളെ സ്നേഹപൂർവ്വം പറഞ്ഞയക്കണമെന്ന കാര്യം നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ പ്രിയ സഹോദരങ്ങൾ മനസ്സൊരുക്കിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഈ ശുശ്രൂഷയിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പലരുടെ ജീവിതങ്ങളിലും വലിയ പ്രതികൂലങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, ഇങ്ങനെ പല പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഏത് പ്രതികൂലമായിക്കോട്ടെ സഹോദരങ്ങളെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ സൗഖ്യം, വിടുതലായി നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ, സംഭവിക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.